ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനായിട്ട് ഒരു എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 മുട്ട നമുക്ക് ചിക്കി എടുത്ത് വയ്ക്കാം. ശകലം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ്, ചെറിയ സവാള, അതേപോലെ തന്നെ കുറച്ച് ബീൻസ്, ഇച്ചിരി ക്യാബേജ്, ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാബേജും ബീൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് എളുപ്പമാണ്. തലേദിവസം ഇച്ചിരി ചോറൊക്കെ വേവിച്ച് വെച്ചാൽ. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ശകലം വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഡാർക്ക് സോയാ സോസ് ആണ്. നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചോറും വെജിറ്റബിളും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ ആണ് അതിട്ട് കൊടുത്തിരിക്കുന്നത്. മുമ്പേ നമ്മൾ വൈറ്റ് ആയിരുന്നു ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.